ശ്രീ കോന്നി ഗോപകുമാർ സാർ, ഈ എൻ ഷംസീർ സി പി എമ്മിലെ ഒരു മുസ്ലിം മുഖമാണ്. സി പി എമ്മിലെ ഏറെക്കാലമായിട്ട് അദ്ദേഹം അതൃപ്തനുമായിരുന്നു. കോടിയേരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ. ഒരു സ്പീക്കർ പദവി വരെ എത്തിയുള്ളൂ. സ്പീക്കർ എന്നുള്ള സ്ഥാനത്ത് അദ്ദേഹം നന്നായി ശോഭിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പ്രതിപക്ഷത്തിനൊക്കെ കൂടുതൽ അവസരം കൊടുത്തപ്പോൾ പിണറായി വിജയനെ കൂടുതൽ അതൃപ്തനാക്കുകയും ചെയ്തു. റിയാസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഷംസീറിൻ്റെ ആ ഒരു സ്പേസ് തന്നെ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. പലരെയും ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ 2021 കണ്ടത്. ഷംസീർ പൊതുവെ അതൃപ്തനല്ലേ? സാറേ, അത് ഷംസീർ മാത്രമല്ല അതൃപ്തൻ, പലരും ഉണ്ട്. സി പി എമ്മിൽ എല്ലാവരും അതൃപ്തരാണ്. ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അതൃപ്തരാണ്. അവരും അവരുടെ വീട്ടുകാരും അവർ തൃപ്തരാണ്. ബാക്കി എല്ലാവരും അതൃപ്തരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ, സൗഹൃദമുള്ളവരെ നമ്മുടെ സുഹൃത്ത് സംഭാഷണത്തിൽ ചോദിച്ചു നോക്കൂ, അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പല സുഹൃത്തുക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്കുണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും നമുക്കെന്താ ചെയ്യാൻ പറ്റുക, നമുക്കെന്താണ് അവർ നിസ്സഹായരാണ്. എന്താ ചെയ്യാൻ പറ്റുന്നത് ചോദിക്കുമ്പോൾ നിസ്സഹായതയല്ലേ. അപ്പോൾ ഷംസീറിന് പറ്റിയതും അത് തന്നെയാണ്. ഷംസീറിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ ചിത്രം കോടിയേരി ബാലകൃഷ്ണൻ്റെയാണ്. EMSൻ്റെ ഇല്ല, ES അച്യുതാനന്ദൻ്റെ ഇല്ല. പിന്നെ മറ്റേ അവരൊക്കെ മരിച്ച അവരുടെയൊക്കെ ചിത്രങ്ങൾ കാണുമായിരിക്കും. എന്തായാലും ശരി, പിണറായി വിജയൻ്റെ ചിത്രം അല്ല കണ്ടത്. അവിടെ പൂർണ്ണകായ ചിത്രം കാണുന്നത് കോടിയേരി ബാലകൃഷ്ണൻ്റെ. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണനാണ് ഇദ്ദേഹത്തിനെ വളർത്തിയെടുത്തത്. ഷംസീറിൻ്റെ ഒരു ശനിദശ തുടങ്ങുന്നത് ഈ മുഹമ്മദ് റിയാസ് മന്ത്രിയായി വരികയും മുഹമ്മദ് റിയാസിൻ്റെ വിവാഹബന്ധം തുടങ്ങുമ്പോഴാണ്. ഈ പഴയകാലത്തെ ഈ രാജാക്കന്മാരെ അവരുടെ ബലം വർദ്ധിപ്പിക്കാൻ വിവാഹബന്ധത്തിലൂടെയാണ്. എത്ര വിവാഹം കഴിക്കുന്നതൊന്നും പ്രശ്നമൊന്നുമില്ല. ആ അടുത്ത അയൽ രാജ്യത്തെ ശക്തനായ ഒരു രാജാവിൻ്റെ മകളെ ഇപ്പോഴത്തെ രാജകുമാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാകും. അത് പഴയൊരു സ്ട്രാറ്റജിയാണ്. അപ്പം അതുവരെ ശക്തനല്ലാതിരുന്ന മുഹമ്മദ് റിയാസ് ശക്തനാകുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ. അപ്പം ഇതൊരുപാട് പേരിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേരിൽ. നമ്മുടെ PV അൻവർ അല്ലായിരുന്നു അവിടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിത്രം മാറിയേനെയുമായിരിക്കാം, സാധ്യത ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒതുക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ട് ഷംസീറിനെ പോലെ തന്നെ. ഷംസീർ ഒരു കാര്യം ചെയ്തു, സത്യസന്ധമായി തെരഞ്ഞെടുപ്പിനെ ഷംസീർ വിലയിരുത്തി. ജയിക്കുമെന്ന് വിചാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ എത്രയാണ്, നമുക്കൊരു 77-78 സീറ്റ് കിട്ടും, അല്ല 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞില്ലല്ലോ, ഒരിക്കലും പറഞ്ഞിട്ടില്ല. 100 കടന്നു പോകും എന്നാണല്ലോ നമ്മുടെ റിയാസ് പറഞ്ഞത്. 100 മുകളിൽ സീറ്റ് വാങ്ങിച്ച് ജയിക്കും എന്നല്ലേ റിയാസ് പറഞ്ഞത്. ഷംസീർ പറയുന്നത് പരമാവധി ഒരു 78 അല്ലെങ്കിൽ 79 ആ ഒരു റേഞ്ചിൽ വരും. UDFും LDFും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരു മത്സരമായിരിക്കും വരുന്നത് എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ 8 നിലയിൽ എല്ലായിടത്തും പൊട്ടിപ്പോയി. ഇതല്ലേ അദ്ദേഹം പറഞ്ഞത്, അതല്ലേ വാസ്തവം. അപ്പോൾ ഇനിയും ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം ഷംസീറിന് മത്സരിക്കാൻ അവസരം കൊടുത്തില്ല. 85 വയസ്സുള്ള ഒരു യുവാവല്ലേ ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയന് മുഖ്യമന്ത്രി പദവി, പിണറായി വിജയന് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം, പിണറായി വിജയന്. ഒരുപക്ഷെ പിണറായി വിജയൻ മാറിയാൽ അടുത്ത മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത് പിന്നെ മുഹമ്മദ് റിയാസ് ആയിരുന്നേനെയും. ഇനിയാകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്താണെന്ന് എനിക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ ഷംസീർ വളരെ അസംതൃപ്തനാണ്. അസംതൃപ്തി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അസംതൃപ്തനായ ഒരാൾ തനിക്ക് ഒരു രാഷ്ട്രീയ ഭാവിയും ഇല്ല എന്ന് മനസ്സിലാക്കി ഒരു രാഷ്ട്രീയ ഭാവിയും ഇല്ലാത്ത ഒരു പാർട്ടിയിൽ തുടരുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മനോവ്യാപാരം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അദ്ദേഹം CPM വിട്ട് ലീഗിലേക്ക് പോകുമെന്നാണ് കേൾക്കുന്നത്. ലീഗ് വരവേൽക്കും. അല്ല, ലീഗ് തീർച്ചയായിട്ടും വരവേൽക്കും, അതിന് സംശയിക്കേണ്ട കാര്യമില്ല. ലീഗ് തന്നെ വേറെ പ്രതിസന്ധിയിലോട്ടെത്തും. കാരണം ലീഗിനകത്ത് തന്നെ ദേശീയ ബോധമുള്ള മുസ്ലിങ്ങളും തീവ്ര നിലപാടുള്ള മുസ്ലിങ്ങളുമായിട്ട് 2 ഗ്രൂപ്പ് ലീഗിൽ ഇപ്പം തന്നെ ഉണ്ട്. ആ ലീഗിൻ്റെ പോക്ക് ഇതുപോലെ ലീഗ് എന്തായാലും പോകാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ വന്ദേമാതരത്തിനെതിരെയൊക്കെ ലീഗ് എടുത്തൊരു നിലപാട് ഒരു വലിയ ജനവിഭാഗങ്ങളെ അസംതൃപ്തമാക്കിയിട്ടുണ്ട്. ലീഗ് തീരുമാനിക്കും, VD സതീശൻ നടപ്പാക്കും, അതല്ലേ കാര്യം എടുത്തിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കും, ദൈവം നടപ്പാക്കും എന്ന് പറയുന്നത് പോലെ അങ്ങനല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഈ ലീഗിന് പിന്നെ ഷംസീർ ഒരു പാലമാക്കുകയാണ്. ലീഗിലൂടെ UDFിലേക്ക് രംഗപ്രവേശം ചെയ്യുക
എന്നുള്ളതായിരിക്കാം ഷംസീറിൻ്റെ നീക്കം അല്ലേ? ലീഗിലൂടെ പിന്നെ ഷംസീർ UDFിലേക്ക് വന്നാൽ ലീഗിൽ ഏതെങ്കിലും ഒരു ആളിനെ പിന്നെ സ്ഥാനം കൊടുക്കാം. ഒരു MLA പിന്നെ രാജിവെപ്പിച്ചിട്ട് അവർക്ക് മത്സരിപ്പിച്ച് മന്ത്രിയാക്കാനുണ്ട് വേണമെങ്കിൽ. വളരെ പിന്നെ സേഫായിട്ടുള്ള സീറ്റുകൾ ധാരാളം ഉണ്ടല്ലോ. മലപ്പുറത്തെ എല്ലാ സീറ്റും അവർക്ക് എല്ലാന്നല്ല, അതിനകത്ത് ലീഗിന് ആരുടെ സഹായമില്ലാതെ 6-7 സീറ്റ് ജയിക്കാം. അതിനപ്പുറം പറ്റത്തില്ല. അതിനപ്പുറം ഈ പറയുന്ന ശക്തി എന്ന് പറയുന്നത് 6-7 സീറ്റുകളിൽ മാത്രമേ ഉള്ളൂ. മറ്റു സമുദായങ്ങളോട് വോട്ട് ചെയ്തെങ്കിലേ. ഈ ഷംസീർ SFIയിലൂടെ കടന്നു വന്നു, DYFIയിലൂടെ കണ്ണൂർ സർവകലാശാലയിലെ ആദ്യത്തെ ഈ യൂണിയൻ ചെയർമാൻ കൂടിയായിരുന്നു ഷംസീർ എന്നുള്ളതാണ്. 2016-ലും 2021-ലും തലശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. തലശ്ശേരി എന്ന് പറയുന്നത് ആരെ നിർത്തിയാലും CPMന് ജയിക്കാൻ പറ്റുന്ന ഒരിടം കൂടിയാണ്. അവിടെ നിന്ന് ജയിച്ച് വന്നിട്ട് പോലും ഇദ്ദേഹത്തെ മന്ത്രി പദവിയിലേക്ക് അടുപ്പിച്ചില്ല എന്നുള്ളതാണ്. അല്ല, അതിനകത്ത് വേറൊരു വശം കൂടെ. ഷംസീറിന് സീറ്റ് നിഷേധിച്ചിട്ട് സീറ്റ് അവിടെ കൊടുത്ത ആർക്കാണ്? കാരായി. അപ്പം ഷംസീറിന് സീറ്റ് നിഷേധിച്ചിട്ട് ഓക്കെ, ഷംസീറിനേക്കാളും ഒരു നല്ല സ്ഥാനാർത്ഥി, നല്ല മിടുക്കനായ ഒരാളെ അവിടെ കൊണ്ടിരുത്തിയാൽ നമുക്കത് മനസ്സിലാക്കാം. ഷംസീറിനെ മാറ്റി നിർത്തി കാരായി രാജന് കൊടുത്തപ്പം സന്ദേശം വളരെ വളരെ വ്യക്തമാണ്. അപ്പം ഷംസീർ നിരാശ വന്നതിനകത്ത് എനിക്ക് അത്ഭുതമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. CPMൻ്റെ ഭാവിയെക്കുറിച്ച് തന്നെ ഒരുപാട് ആശങ്ക എല്ലാ പിന്നെ നേതാക്കന്മാർക്കുണ്ട്. എങ്ങോട്ടാണ് ഈ പാർട്ടി പോകുന്നത്? ദിശാബോധം നഷ്ടപ്പെടുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ ആ സാഹചര്യത്തിൽ ആയിരിക്കും ഒരുപക്ഷേ ഷംസീർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യത എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം ലീഗിലേക്ക് പോകുന്നു. നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും അതിൻ്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു ജയരാജൻ അനുഭാവിയാണ് അദ്ദേഹം, P. ജയരാജൻ അനുഭാവിയാണ് ഷംസീർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ല, അവിടെ ജയരാജന്മാർ തന്നെ പല വിഭാഗത്തിലുണ്ട്. EP ജയരാജൻ്റെ ഒരു നിലപാട്, MV ജയരാജൻ്റെ വേറെ നിലപാട്, P. ജയരാജൻ്റെ വേറെ നിലപാട്. അപ്പം ഇതിനകത്ത് 3 പേരെയും കണ്ണൂക്കാർ 3 ആംഗിളിലാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഷംസീർ P. ജയരാജനോടൊപ്പം കൂടിയാൽ കണ്ണൂർ പൊളിറ്റിക്സ് മാറും. മുൻകാലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് P. ജയരാജനോട് കുറച്ച് അനുഭാവത്തിലാണ് നിന്നിട്ടുള്ളത്. അതും ഷംസീർ ഒരുപക്ഷെ ലീഗിലേക്ക് തന്നെ പോകണമെന്നില്ല. ഷംസീർ ഇന്ന് കണ്ണൂരുണ്ടായിരിക്കുന്ന ആ ഒരു ഗതികേട് പാർട്ടിക്കുണ്ടല്ലോ. അതുകൊണ്ടല്ലേ സാറേ 50,000-ലധികം വോട്ട് വാങ്ങി ജയിച്ച TI മധുസൂദനന് 10,000-10,000 വോട്ടിനല്ലേ പിന്നെ പരാജയപ്പെട്ടത്. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഗോവിന്ദൻ മാഷ ഭാര്യ തന്നെയല്ലേ തളിപ്പറമ്പിൽ പരാജയപ്പെട്ടത്. അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോട്ടയല്ലേ, അവിടെ നല്ല വലിയ ഭൂരിപക്ഷത്തിലല്ലയോ എതിർ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിന് അടിത്തറ ഇളകിക്കഴിഞ്ഞു. ഈ അടിത്തറ ഉറപ്പിക്കണമെങ്കിൽ അതിന് കഴിവുള്ള ആളുകൾ അധികാരത്തിൽ വന്നെങ്കിലല്ലേ പറ്റുള്ളൂ. ദുർബലന്മാരെ കൊണ്ട് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? പിണറായി വിജയനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത ഒരു നേതൃനിരയെ അദ്ദേഹം ഇല്ലാതാക്കി കളഞ്ഞു. അതാണ് പ്രശ്നം. ഷംസീറിനെ മാത്രമല്ല, നമ്മൾ 21 കണ്ടതല്ലേ, ഐസക്കിനെയും ജെ സുധാകരനെയും KK ശൈലജയ്ക്ക് മന്ത്രി പദവി കൊടുത്തില്ല, മട്ടന്നൂർ കൊണ്ട് നിർത്തി. ഇത്തവണ അത് പേരാവൂരിലോട്ട് കൊണ്ട് നിർത്തുകയും ചെയ്ത് തോപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളതാണ്. അല്ല, ഇതൊക്കെ എൻ്റെ പ്രശ്നം വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഒരു അപ്രമാദിത്വമുണ്ട്. അവർ ഓർഡർ കമാൻഡർമാരെ പോലാണ്, ഈ മിലിറ്ററി കമാൻഡർമാരെ പോലാണ്. സാധാരണ പട്ടാളക്കാരന് ഒരു റോളും ഇല്ല. അവന് ഓർഡർ ഒബേ ചെയ്യുക അല്ലാതെ വേറെ ഒരു മാർഗവും അവൻ്റെ മുന്നിലില്ല. അല്ലെ പട്ടാളത്തിൽ നിന്ന് പോകണം, പട്ടാളത്തിൽ നിൽക്കാതെ ഓർഡർ ഒബേ ചെയ്യണം. അപ്പോൾ ഈ ഓർഡർ ഒബേ ചെയ്യിച്ച് വന്ന പാർട്ടി നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരവിട്ട പരിചയമേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് കണ്ണൂർ മേഖലയിൽ അവർ പിന്നെ കൊലപാതകത്തിന് ഉത്തരവിടാറുണ്ട്. നാളെ നമ്മൾ കാണുന്നത് കൊലപാതകത്തിന് ഉത്തരവിടാറുണ്ട്. അപ്പോൾ പട്ടാള കമാൻഡറും വെടിവെക്കാനല്ലേ ഉത്തരവിടുന്നത്? അത് പാകിസ്ഥാൻകാരനെ വെടിവെക്കാനല്ലേ പറയുന്നത്? അല്ലെങ്കിൽ ബംഗ്ലാദേശ് കലാപം ഉണ്ടാക്കുന്നതിനെ വെടിവെക്കാനല്ലേ പറയുന്നത്? ഇവിടെ അതല്ലല്ലോ. ഇവിടെ ഈ പാർട്ടിയിൽ നിന്ന് പോയവനെ കൊല്ലാൻ, അല്ലെ പാർട്ടി പ്രതിയോഗിയെ കൊല്ലാൻ, അതാണല്ലോ ഉത്തരവിടുന്നത്. അല്ലെ കുത്തക മുതലാളി ബൂർഷ്വാസിയെ കൊല്ലാനൊന്നും അവർ പറയത്തില്ല. അതൊക്കെ അവരുടെ ആളുകളില്ല, അവർക്കൊന്നും ഒരു പരിക്കും പറ്റരുതെന്നില്ല അവരാഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിൽ CPM എത്തി നിൽക്കുമ്പോഴാണ് ഷംസീറിൻ്റെ അസംതൃപ്തി അദ്ദേഹം പറയുന്നത്. ഇതിന് ദൂരവ്യാപകമായ ഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.